പൃഥ്വിരാജും ജോബ് ചേട്ടനും ക്ലാസ്മേറ്റ്സ് ആണ് വിക്കിപീഡിയയിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ചേട്ടൻ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, ഐ മീൻ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു, ഒരു ബാച്ച് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് രീതിയിൽ എത്തിപ്പെട്ടു. എങ്കിലും പൃഥ്വിരാജ് സാറിന്റെ സിനിമകളിൽ പാടിയിട്ടുണ്ട്, എമ്പുരാനിൽ പാടിയിട്ടുണ്ട്. സോ അതൊരു ഒരു ഭയങ്കര അലൈൻമെന്റ് അല്ലേ? അത് ഉറപ്പായിട്ടും അതൊരു പണ്ട് സ്കൂളിലെ സമയത്തും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. ഭയങ്കര വളരെ മ്യൂച്വലി കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. പുള്ളി എന്റെ ക്ലാസ്സിലല്ല, പക്ഷെ ഞങ്ങള് സ്കൂൾ ഡേയ്സിന്റെ വേറെ ഡിവിഷൻ. അപ്പോൾ ഫെസ്റ്റിവൽസ് വരുമ്പോഴും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും, പാട്ടുകൾ ചൂസ് ചെയ്യും. പുള്ളിയും പാടുമല്ലോ, അപ്പം ഞാൻ പുള്ളിയെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടുകയും സ്കൂൾ ഡേയ്സിനും അങ്ങനെയൊക്കെയുള്ള 2 വർഷം ഒരുമിച്ച് പഠിച്ചിട്ടുള്ള. പക്ഷേ 2 വർഷം അടിപൊളിയായിരുന്നു. പുള്ളി ഹെഡ് ബോയ് ആയിരുന്നു സ്കൂളിൻ്റെ, ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ അന്ന് കൾച്ചറൽ ഇൻചാർജ് പോലെ ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ചർച്ചകളും യാത്രകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഫെസ്റ്റിവൽസിനൊക്കെ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ പുള്ളി ഡിബേറ്റ്, എലക്യൂഷൻ ഇങ്ങനത്തേനൊക്കെ പുള്ളി വന്നാൽ വേറെ ആരും നോക്കണ്ട, അതുപോലെ പ്രൈസസും സ്കൂളിന് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഓർമ്മയാണ്. അപ്പോൾ അത് ഈ അടുത്ത് ഒരു വേദിയിലുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നു. പഴയ പോലെ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഒരു സ്നേഹബന്ധം അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നന്നായിരിക്കട്ടെ പൃഥ്വിയും, എനിക്ക് എൻ്റെതായ രീതിയിലും ചെയ്യാൻ പറ്റട്ടെ. എന്താ പൃഥ്വി എന്നാണ് വിളിക്കുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിക് നെയിംസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും? ഞാൻ പൃഥ്വി അളിയാ എടാ വിളിക്കുമല്ലോ. നിക് നെയിംസ് ഒന്നും ഓർമ്മയില്ല അങ്ങനെയൊന്നും. രാജു നല്ല വിളിക്കുന്നത്, പൃഥ്വി തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എടാ ഒരു പ്രായമാണല്ലോ.